പൃഥഗ്ജാതി പരിച്ഛിന്ന വ്യക്തീനാം മൂർത്തിരാകൃതിഃ സ്വരോ ഗന്ധോ രസസ്പർശഃ പൃഥക് പൃഥഗവേക്ഷ്യത്തെ. വ്യക്തീനാം വ്യക്തികളുടെ പൃഥക് ജാതി പരിച്ഛിന്ന വെവ്വേറെയുള്ള ജാതികളാൽ പരിച്ഛേദിക്കപ്പെട്ട മൂർത്തിഹി ശരീരവും ആകൃതിഹി ആകൃതിയും സ്വരഃ സ്വരവും ഗന്ധഃ ഗന്ധവും രസഃ സ്പർശഃ രസവും സ്പർശവും പൃഥക് പൃഥക് അപേക്ഷ്യത്തെ പ്രത്യേകം പ്രത്യേകമായിട്ട് കാണപ്പെടുന്നു. ജാതിയെ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചുകൂടി വിശദീകരണം തരുന്നു ഗുരു. ഒരു ജാതിയെ വേറൊരു ജാതിയിൽ നിന്ന് വേർതിരിക്കുന്നതിൻ്റെ ശരീരമാണ്. ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ നമുക്ക്. ഒരിക്കൽ ഗുരുദേവൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തൃശ്ശൂരിൽ നിന്ന് ട്രെയിനിൽ കയറി. അപ്പോൾ ആ ട്രെയിനിൽ ആ നാട്ടിലെ ഒരു പ്രമുഖനായ ഒരു രാജാവിൻ്റെ സിൽബന്തിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗുരുദേവനെ കണ്ടപ്പോൾ വളരെ പ്രൗഢിയുള്ള ഒരു മനുഷ്യൻ, ആദരം തോന്നുന്ന ഒരു മുഖത്തിൻ്റെ തേജസ്, ഇതൊക്കെ കണ്ടപ്പോൾ അവർക്ക് ആകാംക്ഷയായി ഈ വ്യക്തി ആരെന്നറിയാനായിട്ട്. വാസ്തവത്തിൽ ഇന്ന് നമ്മൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും രാമൻ, കൃഷ്ണൻ എന്നല്ലേ പറയുക. ആ കാലത്ത് നിങ്ങൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് എന്താണെന്നാണ്. ബ്രാഹ്മണനാണെങ്കിൽ ബ്രാഹ്മണൻ, ക്ഷത്രിയനാണെങ്കിൽ ക്ഷത്രിയൻ, ജാതിയാണ് പറയേണ്ടത്. നമ്മൾ ഹുവായു എന്ന് ചോദിച്ചാൽ ജാതി പറയണം. അതാണ് ആ കാലഘട്ടത്തിൻ്റെ സ്വഭാവം. പക്ഷേ ഗുരുവിനോട് ആ രാജാവിൻ്റെ ആകാംക്ഷ കൊണ്ട് കൂടെ ഉണ്ടായിരുന്ന സിൽബന്തി ചോദിച്ചു, ആരാണെന്ന് ചോദിച്ചു, അറിയാനുള്ള ഒരു താല്പര്യം കൊണ്ട്. അപ്പോൾ ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കണ്ടിട്ട് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. ഗുരുവിൻ്റെ ആൻസർ അങ്ങനെയാണ്, കണ്ടിട്ട് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. ആരാന്ന് ചോദിച്ചപ്പോൾ ജാതി ഉദ്ദേശത്തോടു കൂടിയുള്ള ചോദ്യമായിരുന്നു. അതുകൊണ്ട് കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് ചോദിച്ചു. അപ്പോൾ കണ്ടിട്ട് മനസ്സിലായില്ല, മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാകും എന്ന് ഗുരു ചോദിച്ചു. മനുഷ്യനെന്ന ജാതിയെ കണ്ടാൽ മനസ്സിലാകില്ല എന്ന ഗുരു ചോദിക്കുന്നത്. മറ്റാൾ ചോദിക്കുന്നത് ഏതാണ് ജാതിയിൽ എന്നാണ് ചോദിക്കുന്നത്. നാട്ടുനടപ്പ് പ്രകാരമുള്ള ജാതിയാണ് മറ്റാൾ ചോദിക്കുന്നത്. മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, പിന്നെ എങ്ങനെ കേട്ടാൽ മനസ്സിലാകും എന്ന് ഗുരു തിരിച്ചു ചോദിച്ചു. ഈ ചോദ്യോത്തരം നടന്ന ഒരു സംഭവമായതുകൊണ്ട് പറയുകയാണ്, ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ പോലും താൻ ഏതെങ്കിലും ഒരു സാമൂഹിക ജാതിയിൽപ്പെട്ടതാണെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയേ ആയിരുന്നില്ല ഗുരു. എപ്പോഴും അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഗുരു തിരുത്തി കൊടുക്കും സമൂഹത്തിൽ. ആ തിരുത്തൽ അനിവാര്യമായിരുന്നു. ആ തിരുത്തലിൻ്റെ ഭാഗം തന്നെയാണ് ഗുരു 2 കൃതികൾ എഴുതിയിട്ടുണ്ട്, ജാതി നിർണയവും ജാതി ലക്ഷണവും. ഗുരുദേവ കൃതികളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന കൃതികളാണ് ഈ 2 കൃതികൾ. മനുഷ്യാണ മനുഷ്യത്വം ജാതിഹി എന്ന് തുടങ്ങുന്ന ഒരു കൃതിയും, രണ്ടാമത് കൃതി ജാതി നിർണയം എന്ന കൃതി. അതിൽ 10 പദ്യങ്ങളുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധാപൂർവം പഠിക്കണം. ഈ 2 കൃതികളും വെച്ചിട്ട് വേണം ഈ പ്രകരണം ഇനിയും വായിച്ച് പഠിക്കണം. ഗുരുദേവന്റെ ഈ ശ്രീനാരായണ ധർമ്മം എന്ന കൃതിയിൽ ജാതിയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് ഗുരുദേവന്റെ ഒറിജിനൽ വേർഡ്സുകൾ, ഒറിജിനലായിട്ടുള്ള വാക്കുകൾ കണ്ടെടുത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേണം ഈ ഭാഗം പഠിച്ചെടുക്കാനായിട്ട്. ഇതിൽ പറയുന്നു, ശരീരം, ആകൃതി, ശരീരത്തിൻ്റെ ആകൃതി, സ്വരം, ഗന്ധം, രസം, സ്പർശം, ഇതൊക്കെ ഓരോ ജാതിയിലും വ്യത്യാസമുണ്ടെന്നാണ്. മനുഷ്യൻ തൊട്ടാലും പട്ടി തൊട്ടാലും നിങ്ങൾക്ക് മനസ്സിലാവില്ലേ സ്പർശം കൊണ്ട്? അതിൽ പട്ടിയുടെ സ്വരവും മനുഷ്യൻ്റെ സ്വരവും നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഇനി ഗന്ധം, ഒരു മുട്ടനാട് നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുന്നു, മനുഷ്യൻ വന്ന് നിൽക്കുന്നു, ഗന്ധം മനസ്സിലാകില്ലേ ഒരു ജീവിയുടെയും
ഓരോ ജീവിക്കും അതിൻ്റേതായിട്ടുള്ള ഗന്ധമുണ്ട്. മനുഷ്യന് മനുഷ്യൻ്റെ ഗന്ധമുണ്ട്, രസമുണ്ട്, സ്പർശമുണ്ട്. അപ്പം അങ്ങനെ ഗന്ധം, സ്വരം, രസം, സ്പർശം, ആകൃതി, ശരീരം, ഇവയിലൊക്കെ ഓരോ ജാതിയും വേറൊരു ജാതിയിൽ നിന്ന് വ്യത്യാസം ആണ് എന്ന് ഗുരു എടുത്ത് പഠിപ്പിച്ചു തരുന്നു നമുക്ക്. അതുകൊണ്ട് ജാതിയെ പറ്റിയുള്ള സംശയം ഉണ്ടാകാൻ പാടില്ല. മനുഷ്യന്റെ ജാതി മനുഷ്യത്വം തന്നെയാണ്. 1000 മനുഷ്യരെ ഒന്നിച്ചു നിർത്തിയാലും ആ എല്ലാവരും ഒരു ജാതിയിൽ പെട്ടതാണെന്ന് തെളിയിക്കുന്നതാണ് അവരുടെ ശരീരവും ശബ്ദവും ആകാരവും അവരുടെ സ്പർശവും ഒക്കെ തന്നെ. ഇത് നാം മനസ്സിലാക്കണം.